ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കട്ടൻ വിത്ത് കുട്ടനിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. ആദ്യം നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് നമുക്ക് അതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അരി വേവാൻ ആവശ്യമായ വെള്ളമെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ ഓയിലും ഒഴിച്ച് മൂടി വെച്ച് തിളപ്പിക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി കുതിർത്ത് മാറ്റി വെച്ച ബസ്മതി റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് ബസ്മതി റൈസാണ്. അരി വേവാൻ നമുക്കൊരു 10 മിനിറ്റ് ആവശ്യമുണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? അതെ, നമ്മൾ നേരത്തെ ചിക്കൻ ഒന്ന് അരപ്പ് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്ത് ചെയ്യാം, അടുത്ത അടുപ്പിൽ തന്നെ നമുക്കൊന്നത് ഫ്രൈ ചെയ്തെടുക്കാവേ. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി 4, ക്യാരറ്റ് 3, ബീൻസ് 25 ഗ്രാം, ക്യാപ്സിക്കം 1, മുട്ട 6 എണ്ണം. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും ഇട്ട് സ്ക്രാമ്പിൾഡ് ചെയ്തെടുക്കാം. അതെ, ഈ ചേരുവകളെല്ലാം മാക്സിമം ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാനൊന്ന് ശ്രമിക്കണേ. ഈ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മാക്സിമം ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാനൊന്ന് ശ്രമിക്കണേ. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കണേ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കെച്ചപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാവേ. ഈ ചേരുവകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കനും മുട്ടയും ഇട്ട് ഒരു 2-3 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം. മാക്സിമം ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാനൊന്ന് ശ്രമിക്കണേ. ഈ മിക്സ് ചെയ്ത ചേരുവകളിലേക്ക് തണുത്ത റൈസ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മാക്സിമം ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാനൊന്ന് ശ്രമിക്കണേ. മൂടി വെച്ച് ചെറുതീയിൽ 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. രുചികരമായ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതെ, ഈ ഫുഡ് ഇഷ്ടപ്പെട്ടാലേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.